പത്തനാപുരത്ത് എല്ലാ മെമ്പർമാരും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. എല്ലാവരും പറയട്ടെ, നമ്മളെ നവാസും പറയൂ സ്റ്റോറിൽ പുള്ളി സ്ഥലം വാങ്ങിച്ചുകൊണ്ടു, പുള്ളിക്ക് അംഗൻവാടി കൊടുക്കില്ല, രാഷ്ട്രീയം നോക്കിയാന്ന് കോൺഗ്രസിന്റെ മെമ്പറല്ലേ? അത് മെമ്പർക്കല്ല, അത് ജനങ്ങൾക്കാണ്. രാഷ്ട്രീയം അതിലൂടെ പ്രശ്നം നമ്മുടെ മൊത്തത്തിലുള്ള വളർച്ചയാണ്. താഴെ തട്ട് മുതൽ അങ്ങ് മോള് വരെ പത്തനാപുരം ടൗണിൽ അതിമനോഹരമായ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടായി. എന്താ കാരണം? അവിടെ സാധാരണ പഞ്ചായത്തുകളിൽ കുറെ കടമുറി പണിയും അത് വാടകയ്ക്ക് പോകും. അങ്ങനെ വേണ്ട എന്ന് നജീബ് മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും നജീബ് മുഹമ്മദ് ദസ്തവി സാഹിബ് കൂടി ഒരു ദിവസം പറഞ്ഞു, നമുക്ക് അങ്ങനെ പോരാ, നമുക്കൊരു ഷോപ്പിംഗ് മാൾ പണിയും. അതിന്റെ നടുവിൽ സ്വകാര്യ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അവരുമായി സംസാരിച്ച്, പത്തനാപുരത്തുകാർ നല്ല മനസ്സാണ്, അവരുമായിട്ട് സംസാരിച്ച് അവർ സൈഡിലോട്ട് മാറിക്കുന്നു. ആ സ്ഥലം കൂടി എടുത്തിട്ടാണ് ഇത്ര വലിയ മാൾ പണിത്. ആ മാളിന്റെ മോളിൽ മോഹൻലാലിന്റെ ഉടമസ്ഥയിലുള്ള ആശീർവാദ തിയേറ്റർ വന്നില്ലേ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ തിയേറ്ററുകൾ ജോലി. താഴെ വരുന്നു, താഴത്തെ മുഴുവൻ ലുലു. എന്നാൽ അവരുടെ ലുലു മാൾ വരികയാണ്. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് പത്തനാപുരം ടൗണില് നമ്മുടെ പഞ്ചായത്തിന്റെ മാളിൽ താഴത്തെ നില മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്ത ലുലു മാളിലുള്ള ചർച്ചകൾ ഇന്നലെ പൂർത്തിയായി. ഉടൻ തന്നെ എഗ്രിമെന്റ് ഇട്ട് അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. 4 മാസത്തിനും 5 മാസത്തിനുള്ളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പത്തനാപുരത്ത് തുടങ്ങും. ചില്ലറ കൊണ്ട് നടന്നൂടെ എന്നൊരു ചോദ്യം. ചില്ലറ ഇല്ല എന്ന് പറയുമ്പോൾ, സാറേ ചില്ലറ ഇല്ലെന്ന് കണ്ടുകൊണ്ട് പറയുമ്പോൾ ഒരു ജാഗ്രത നമുക്ക്. ആ പ്രശ്നത്തിൽ കാർഡ് എടുത്താൽ മതി, ഒരു ചില്ലറയില്ല, കണ്ടക്ടർ ചില്ലറ തന്നില്ല എന്നുള്ള പരാതിയുമില്ല. ചില്ലറ നിങ്ങൾ 100 രൂപയുണ്ട്, രമാദേവി 2 രൂപ പോയി മാറിയെടുത്തു എന്നാരും പറയാറില്ല, എന്ന് അവിടെ തീർന്നു. അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കാർഡ് വരികയാണ്. കൺസെഷൻ കാർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയും അമ്മമാരും മനസ്സിലാക്കുക, ആരും കുഞ്ഞുങ്ങൾക്ക് പണം കൊടുത്തു വിടേണ്ടതില്ല. ഇപ്പൊ കുഞ്ഞു പറയും, അമ്മയെ സ്കൂളിൽ പോകാൻ ബസ്സിന് പൈസയില്ല, ബസ്സിന് പൈസ താ എന്ന് പറയുമ്പോൾ എന്താ എടുത്തു നോക്കുമ്പോൾ 50 രൂപയുടെ നോട്ടേക്കാണ് ഉപയോഗിച്ചത്, ചില്ലറയില്ല. എന്നാ നീ കൊണ്ടുപോയിട്ട് ബാക്കി കൊണ്ടുവന്നായി. ഒരു പിള്ളേരും ബാക്കി കൊണ്ടുവരാറില്ല. ഭൂരിപക്ഷം പിള്ളേർ അത് പോകുന്ന വഴിക്ക് ഒരു മുട്ടായി വാങ്ങിച്ചു തന്നു, കൂട്ടുകാർക്കെല്ലാം കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്തു, 50 രൂപ തീരും, വൈകിട്ട് തീർന്നു. പക്ഷെ ഇതിന് അപകടമുണ്ട്. വാങ്ങുന്ന സാധനം ആദ്യം മുട്ടായി ആണെങ്കിലും പിന്നെ ഇത് പുകവലിയിലേക്കും ഇത് മയക്കുമരുന്നിലേക്കും ഒക്കെ പോകാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ടാണ് ട്രാവൽ കാർഡ് ആക്കുകയും 12ാം വയസ്സ് ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഫ്രീയാക്കുകയും ചെയ്യും. ഏതാ വെള്ളിയാഴ്ച മാത്രമല്ല, ശനിയാഴ്ച കൂടെ പോകണം. ഞാൻ പറഞ്ഞു ഏതാ 30 ദിവസം ഉള്ളത് സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ച് 5 ദിവസം ഒഴിച്ചിട്ട് 25 ദിവസവും കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. ഈ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും KSRTC നശിക്കത്തില്ല. അതിനപ്പുറത്ത് അതിനേക്കാളും വലിയ ലാഭം ഉണ്ടാക്കാനുള്ള പണി എന്തെങ്കിലും ഉണ്ട്. അത് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇവിടെ ഇയാൾ ആനുകൂല്യം കൊടുക്കാൻ ഇയാളെ കുടുംബം അല്ല, എന്റെ കുടുംബ സ്വത്തല്ല. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുവശത്ത് വേറൊരു ലാഭമുണ്ട് എന്ന് മാത്രം കൂട്ടിയാണ്. അവിടെ KSRTCയുടെ പണമെടുത്ത് പുട്ടടിക്കാൻ ഇത് എന്റെ കുടുംബ സ്വത്തൊന്നല്ല, അത് ഞാൻ ചെയ്യില്ല. ഏറ്റവും നല്ല നിലയിൽ അതിനെ നഷ്ടമില്ലാതെ കൊണ്ടുപോകണം, നഷ്ടം കുറച്ചുകൊണ്ടുവരാണ് ലക്ഷ്യം. അത് ജീവനക്കാർക്ക് അറിയാം. അവർ രാഷ്ട്രീയം മറന്ന് യൂണിയൻ മറന്ന് എന്നോട് സഹകരിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങൾ മനസ്സിലാക്കണം. പത്തനാപുരത്തിന്റെ MLA ആണ് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുത്തത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്. അപ്പൊ ആ സംഭവം നടന്നു എന്ന് പറയുമ്പോൾ എന്താ, ട്രാവൽ കാർഡും പരിഷ്കാരങ്ങളും കൊണ്ടുവരുമ്പോ നിങ്ങൾ അഭിമാനിച്ച ഞങ്ങളെ MLA ആണല്ലോ ഇത് ചെയ്തത്, ഞങ്ങളല്ലേ അയാളെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത് എന്ന് ചിന്തിക്കണം. നിങ്ങൾ തെറ്റിദ്ധാരണകൾ മറക്കുക. ഏനാത്ത് പത്തനാപുരം റോഡൊക്കെ പണി പൂർത്തിയാവും, കുന്നറ റോഡിലെ പണിയും പൂർത്തിയാവും. അതിനൊന്നും ഒരു ആശങ്കയും വേണ്ട. ഞാൻ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും, അത് സംശയമില്ല. ചില താമസങ്ങളിൽ അത് മഴ പെയ്താൽ താമസിക്കില്ല. ഇവിടെ ഒരു കോൺട്രാക്ടർ ഉണ്ട്, അങ്ങനെ ഉദ്ദേശത്തോട് ചോദിച്ചു ശരിയല്ലേ, പല കാരണങ്ങളാൽ നമുക്ക് ഇതൊക്കെ വർക്ക് താമസിക്കാം. ഇവരിത് കൃത്യമായി പണി തീർക്കും, പ്രകൃതിയും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി കിട്ടി. മറിച്ച് പെരുമഴയാണെങ്കിൽ അവരെന്തുപോയി. അപ്പൊ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന എല്ലാവരും വരുന്നതല്ല, എല്ലാ കോൺട്രാക്ടർമാരും അങ്ങനെ കൃത്യത ചെയ്യുന്നവരൊന്നുമല്ല. ഇന്ന് ഞാൻ സദാനന്ദപുരത്തെ സ്കൂളിന്റെ ഉദ്ഘാടനം ചെയ്തു, കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. പണി തീരേണ്ടതിനേക്കാൾ 3 മാസം മുമ്പേ നമ്മുടെ മഞ്ചണ്ടൂർ താമസിക്കുന്ന ആലങ്കോട് താമസിക്കുന്ന മണിലാലാണ് ചെയ്തത്. 3 മാസം മുമ്പേ പണി തീർത്തു. തീരേണ്ടതിനേക്കാൾ 3 മാസം മുമ്പേ സ്കൂളിന്റെ പണി തീർത്തു. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്കായി തുറന്നു കൊടുക്കും. കുന്നരയിൽ ഒരു സ്കൂൾ തീർന്നുണ്ട്, അതിപ്പോ തുറന്നു കൊടുക്കും. തലവ് പഞ്ചായത്ത് 2 സ്കൂളുകൾ തീർന്ന് കിടപ്പുണ്ട്. തലവൂരും കിടപ്പുണ്ട്, കാഞ്ഞിറയിൽ കിടപ്പുണ്ട് സ്കൂൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തു തീർക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അതൊന്നും കാണാതെ വേറെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇറങ്ങണ്ട. ഗണേഷ് കുമാറിനെ 24 കൊല്ലമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ ഒരു വാക്കും ഞാൻ തെറ്റിച്ചിട്ടില്ല. പറയാം, ഈ വിമർശിക്കുന്നവർ പറയാം അയാൾ പറഞ്ഞ ഒരു വാക്ക് തെറ്റിച്ച വാക്ക്. ഇവിടെ ഇരുന്നപ്പം എന്നോട് വനജാനോട് ചോദിച്ചു, എനിക്ക് സാറേ ഈ സാംസ്കാരിക റേഡിയോ കേസ് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും. അത് ഈ രമാദേവിക്കും അറിയാം. ഈ പറഞ്ഞ രമ വായിച്ച ലിസ്റ്റെല്ലാം ഇവരോട് ഞാൻ തരും. ഈ മെമ്പർ എന്ന സ്നേഹം കൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ പിടിച്ചങ്ങ് സമരം ചെയ്യാൻ മെമ്പറെ സ്നേഹം മാത്രം മതിയിരിക്കും. നിങ്ങൾ എന്നോട് ചെയ്തില്ല, എനിക്ക് ഇത്രയും നല്ല അംഗൻവാടി അതിലൊന്നും ഒരു സങ്കടം കണ്ണക്കേങ്ങ് ഇറങ്ങി.
ഞാൻ പറഞ്ഞു എനിക്ക് സ്നേഹം മാത്രം മതി ഇവിടെ, വേറെ ഒന്നുമില്ല. ആ സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ആ സ്നേഹം കൊണ്ടാണ് ഈ പാവം വളരെ സാധുവായിട്ട് ചോദിക്കും, ഇവരെല്ലാം ശുപാർശ ചെയ്യും, ശബ്ദം പോലും കേൾക്കത്തില്ല. ഈ പാവത്തിന്റെ ആ സങ്കടം കാണുമ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാനൊരു പാവിയേക്കും, അതുകൊണ്ടാണ് കൊടുത്തേ. ഗോവിന്ദ മഠത്തിലെ മെമ്പറിനോട് ചോദിച്ചു, അവർ ചോദിച്ചപ്പോൾ ഞാൻ തരാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലാണ്ട് വരാതെ കൊടുക്കാന്ന് പറഞ്ഞു, കൊടുത്തിരിക്കും, അതൊരു സംശയമില്ല. ആനന്ദരാജ സാർ പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് എന്നെ ക്ഷണിച്ചു. സാറേ അന്ന് സാറ് മുന്നോട്ട് വെച്ച എല്ലാ കാര്യവും നടന്നിട്ട് പറയും. സാറ് പറയും ഈ അംഗൻവാടികളുടെ കാര്യവും ഈ ഹോമിയോ ആശുപത്രിയുടെ കാര്യവും പ്രാഥമിക സബ് സെന്റർ പ്രാഥമിക എല്ലാം ഈ ആനന്ദരാജ സാറിന്റെ കാലത്ത്. അത് കഴിഞ്ഞ് രമ വന്നു. ഇവർ രണ്ടിലും പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ എന്നെ വിളിച്ചു വരുത്തി. ആനന്ദരാജ സാർ ആദ്യം വിളിച്ചോണ്ട് പോയി. അവിടെ വെച്ച് ഞങ്ങൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കി, ഓരോ മെമ്പർമാരെ എഴുതി വാങ്ങിച്ചു. റജി അതിനപ്പുറം ചെയ്തില്ലേ. അന്ന് പറഞ്ഞപ്പോൾ റജിയുടെ ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു. പിന്നെ അതും ചെയ്തില്ലേ. നമ്മള് സ്ഥലം വാങ്ങിച്ചപ്പോൾ റജി സ്ഥലം, ഞാനൊരു സ്ഥലം വാങ്ങിച്ചോ, സ്ഥലം റെഡിയാക്കി, ഉടനെ പൈസ കൊടുത്തു, ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ കുറ്റങ്ങളും കുറവെന്ന് പറയുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിത് കേൾക്കാറുമില്ല, എനിക്ക് ഫേസ്ബുക്കും ഇല്ല, വാട്സാപ്പും ഇല്ല, ഒരു ശല്യവുമില്ല, ഞാനിതൊന്നും അറിയുന്നുമില്ല, ഞാൻ പേപ്പറും വായിക്കാം, പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ എന്നോട് ചോദിച്ചു എന്തോ 1ാം സമ്മാനം കിട്ടിയ സാർ അറിഞ്ഞു ചോദിച്ചു അംഗൻവാടി. ഞാൻ പറഞ്ഞു ഞാൻ പേപ്പർ വായിക്കാറില്ല. രമാദേവി വിളിച്ചു പറഞ്ഞാൽ ഞാൻ അറിയാം, അല്ലെങ്കിൽ ശാരിയെ വിളിക്കണം, അല്ലെങ്കിൽ രീതി വിളിക്കണം, അവരാരും വിളിക്കണ്ടേ. അപ്പൊ നമ്മളത് അവർ വിളിച്ചു പറയുമ്പോൾ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാം നന്നായി നടക്കും. 1ാം സമ്മാനങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. പട്ടാഴി വടക്കേക്കരയിൽ ആദ്യമായി സുധാകരൻ പ്രസിഡന്റ് ആയപ്പോൾ എന്നെ വന്ന് കണ്ടൊരു ഒരു ആശുപത്രി പണിയാൻ കുറച്ച് പൈസ പഞ്ചായത്ത് എടുക്കാം, ഒരു 40 രൂപ എന്ന് പറഞ്ഞു. ഒരു പൈസയും പഞ്ചായത്ത് എടുക്കണ്ട, 1 കോടി രൂപയ്ക്ക് മണി കൊടുത്ത് ഞാനത് പഠിച്ചു. അതുകൊണ്ടല്ലേ അവിടെ 1ാം സമ്മാനം. അല്ലാതെ അത് കോഴിക്കോടാണെങ്കിൽ തരുമോ? ഇല്ല. പട്ടാഴിയിൽ പോയി നോക്കൂ, ഒരു ദിവസം 260 പേരാണ് അവിടെ. ഞാൻ ഇന്നലെ പോയിരുന്നു ആശുപത്രിയിലെ OP യിൽ ഇരുന്നത്. ഇപ്പൊ ലിവർ ടെസ്റ്റ് നടത്താനുള്ള വിഷയം വേണമെന്ന് പറഞ്ഞു. 6 ലക്ഷം രൂപ ഇവിടെ ലാബ് ഉണ്ടാക്കിയത് ഞാനല്ലോ, ഈ പട്ടായ വടക്കേക്കര ആശുപത്രി. ഇപ്പൊ അവിടെ ലാബിലേക്ക് ഒരു ലിവർ ടെസ്റ്റ് നടത്താനുള്ള മെഷീൻ വേണം, 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇപ്പൊ വരും 2000. ആ ദേശീയ നിലവാരത്തിൽ കിട്ടിയ ഇവിടെ കോഴിക്കോടാണെങ്കിൽ കിട്ടും, കോഴിക്കോടാണെങ്കിൽ കിട്ടത്തില്ല. ഇതൊക്കെ പണിഞ്ഞു വെച്ചത് കൊണ്ടാണ്. നല്ല മനോഹരമായ വെയിലൊക്കെ അടിച്ച് കണ്ടാൽ ആര് വന്നാലും ഇതിന് സമ്മാനം കൊടുക്കാതെ പോയാൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അഴിമതി നടത്തുന്നത് കൂടിയാണ്. അതാണ്ട് ആയുർവേദ ആശുപത്രി തലൂരിൽ പരിശോധനകളൊക്കെ കേരളത്തിൽ ഇത്രയും നല്ലൊരു ആശുപത്രി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടാണ്. എത്രയും നല്ലൊരു ആയുർവേദ ആശുപത്രി ഇവിടെ ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ പോയിരിക്കുന്നു. എങ്ങനെ കിടന്നാണ് ആ സാധനം. ഇത് നമ്മുടെ നാടിന്റെ പുരോഗതിയാണ്, നമ്മൾ അഭിമാനിക്കണം. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലോ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലോ പുല്ലൂർ മുനിസിപ്പാലിറ്റിയോ ഇല്ലാത്ത സമ്പൂർണ്ണ കുടി എല്ലാ വീട്ടിലും കുടിക്കണം. പട്ടായി വടക്കേക്കരയുണ്ട്. അപ്പൊ പട്ടായി വടക്കേക്കര താമസിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു നഗരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുന്ന മനോഹരമായ ഗ്രാമമായി പത്തനാപുരം മുന്നോട്ട് പോകുന്നു. ഇപ്പം നല്ല ഗ്രാമം തന്നെയാണ്. നല്ല കൃഷിയുണ്ട്, നല്ല പച്ചപ്പുണ്ട്, വായു മലിനീകരണമില്ല, നല്ല റോഡുകൾ, കുടിക്കാൻ എല്ലാവർക്കും വെള്ളം, നല്ല നല്ല സ്ഥാപനങ്ങൾ. ഞാൻ അംഗൻവാടി പോകുന്ന കുഞ്ഞു പോലും അഭിമാനം. നല്ല സ്റ്റൈൽ എന്റെ അംഗൻവാടി വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആലോചിക്കും, ഞാൻ പഠിച്ച അംഗൻവാടി എത്ര മനോഹരമായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ അംഗൻവാടിയിൽ ഒളിഞ്ഞ ബെഞ്ചിൽ ഇരുന്നല്ലോ എന്ന് ആലോചിക്കുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾ ആലോചിക്കും എത്ര മനോഹരമായ അംഗൻവാടിയിലാണ് ഞാൻ ഇരുന്നത്. ഇവര് അമേരിക്കയിലോ ലണ്ടനിലോ പഠിക്കാൻ പോയാൽ അവിടെ ചെല്ലുമ്പോൾ അത്ഭുതം തോന്നില്ല. എന്റെ സ്കൂളിലെ ക്ലാസ് മുറി നല്ലതായിരുന്നു. എന്റെ ക്ലാസ് മുറിയിലെ ബെഞ്ചും ഡെസ്കും വളരെ മനോഹരമായിരുന്നു, നല്ലതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു, കളർഫുൾ ആയിരുന്നു. അപ്പൊ എനിക്കിന്റെ അത്ഭുതമില്ല. നല്ല റോഡുകൾ കണ്ടുപോകുന്ന കുട്ടിക്ക് അവിടെ അത്ഭുതമുണ്ട്. അയ്യോ നല്ല റോഡ് ഇവിടുത്തെ അത്ഭുതം കണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് നല്ല സൗകര്യങ്ങളിൽ നമ്മുടെ മക്കൾ വളരണം, അതാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമാണ് ഈ അംഗൻവാടികളുടെ നവീകരണം. ഒരുപാട് അംഗൻവാടികൾ നവീകരിക്കാൻ എല്ലാ പഞ്ചായത്തും, വെടപ്പുഴി പഞ്ചായത്തിൽ 3 അംഗൻവാടി, 2 അംഗൻവാടി പണി നടക്കുന്നു, ഒരെണ്ണം പണി തുടങ്ങാനുണ്ട്. പുതിയൊരു അംഗൻവാടിക്ക് പണം അനുവദിച്ചു. മെമ്പർമാരിപ്പം പട്ടാഴി, പത്തനാപുരത്ത്, തലൂർ, വെടപ്പുഴി, പുറോന്തു പഞ്ചായത്തിൽ കിഴക്കേ മുറിയിൽ അംഗൻവാടിക്ക് സ്ഥലമുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ക്രൗണിലെ അച്ചായൻ 5 സെന്റ് സ്ഥലം എടുത്തു സൗജന്യമായി പഞ്ചായത്തിൽ. അവിടെ പുതിയ അംഗൻവാടി നിർമ്മിക്കാൻ പോകണം, അതിന് പൈസ കൊടുക്കാൻ പോകും. എസ്റ്റിമേറ്റ് അച്ചായൻ ഇത് മാറാനുള്ള നിയമ നടപടി നടക്കുമ്പോൾ തന്നെ അതിനകത്ത് പണിയാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഇന്നലെ വിട്ട് എടുത്തു കഴിഞ്ഞു. എസ്റ്റിമേറ്റ് വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്. പത്തനാപുരത്ത് എല്ലാ മെമ്പർമാരും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. എല്ലാവരും പറയട്ടെ, നമ്മളെ നവാസും പറയില്ലേ പരിക്കേശ്വറിൽ പുള്ളി സ്ഥലം വാങ്ങിച്ചുകൊണ്ടു, പുള്ളിക്ക് അംഗൻവാടി കൊടുക്കില്ല, രാഷ്ട്രീയം നോക്കിയാന്ന് കോൺഗ്രസിന്റെ മെമ്പറല്ലേ. അത് മെമ്പർക്കല്ല, അത് ജനങ്ങൾക്കാണ്. രാഷ്ട്രീയം അല്ല കൊടുത്ത പ്രശ്നം. നമ്മുടെ മൊത്തത്തിലുള്ളൊരു വളർച്ചയാണ്. താഴെ തട്ട് മുതൽ അങ്ങ് മോള് വരെ പത്തനാപുരം ടൗണിൽ അതിമനോഹരമായ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടായി. എന്താ കാരണം? അവിടെ സാധാരണ പഞ്ചായത്തുകളിൽ കുറെ കടമുറി പണിയും അത് വാടകയ്ക്ക് പോകും.
അങ്ങനെ വേണ്ട എന്ന് നജീബ് മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും നജീബ് മുഹമ്മദ് ദസ്തറി സാഹിബ് ഒരു ദിവസം പറഞ്ഞു നമുക്ക് അങ്ങനെ പോരാ, നമുക്കൊരു ഷോപ്പിംഗ് മാൾ പണിയാം. അതിന്റെ നടുവിൽ സ്വകാര്യ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അവരുമായി സംസാരിച്ച് പത്തനാപുരത്തുകാർ നല്ല മനസ്സാണ്, അവരുമായിട്ട് സംസാരിച്ച് അവർ സൈഡിലോട്ട് മാറിക്കൊണ്ട് ആ സ്ഥലം കൂടി എടുത്തിട്ടാണ് ഇത്ര വലിയ മാള് പണിത്. ആ മാളിന്റെ മുകളിൽ മോഹൻലാലിന്റെ ഉടമസ്ഥയിലുള്ള ആശീർവാദ തിയേറ്റർ വന്നില്ലേ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ തിയേറ്ററുകൾ ജോലി താഴെ വരുന്നു. താഴത്തെ മുകളിൽ ലുലു, ഇന്നലെ അവരുടെ ലുലു മാൾ വരികയാണ്. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് പത്തനാപുരം ടൗണില് നമ്മുടെ പഞ്ചായത്തിന്റെ മാളിൽ താഴത്തെ നില മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്ത ലുലു മാളിലുള്ള ചർച്ചകൾ ഇന്നലെ പൂർത്തിയായി. ഉടൻ തന്നെ എഗ്രിമെന്റ് ഇട്ട് അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. 4 മാസത്തിനും 5 മാസത്തിനുള്ളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പത്തനാപുരത്ത് തുടങ്ങും. എന്താ വേണം എല്ലാവരും ഒരു കാളിൽ വരാൻ പറ്റുന്ന എന്താ ഏറ്റവും വലുത് ലുലു ഹൈപ്പർ മാർക്കറ്റ്, മുകളിൽ ആശീർവാദിന്റെ മനോഹരമായ 3 തിയേറ്റർ. ഒരു മാളിൽ വരാനുള്ള ഏറ്റവും നല്ല സാധനം അവിടെ വന്നു. ഇനി ബാക്കി കടകളോട് വരുമ്പോൾ പത്തനാപുരത്തെ മാളെന്ന് പറയുന്നത് ഗംഭീരമായ മാളായി മാറും. കേരളത്തിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് സ്ഥലമായി മാറും പത്തനാപുരം. ആ മാറ്റം നമ്മൾ കണ്ടിരുന്നത്. ഒരാള് റാന്നിന്നോ പത്തനംതിട്ടയെന്നോ ഇങ്ങോട്ട് വന്നാൽ ആ പഞ്ചായത്ത് മാളിൽ നിൽക്കുന്നുണ്ടാൽ ഓ പത്തനാപുരം ഇങ്ങനെയായോ എന്ന് തോന്നി. എന്നാലോചിച്ചു നിങ്ങൾ വാഹനത്തിൽ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ കാണുന്നത്? ഗംഭീരമായ ഷോപ്പിംഗ് മാൾ. ഇതാണ് പത്തനാപുരത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ആ തരത്തിലാണ് നമ്മൾ വളരുന്നത്. നഗരങ്ങളിൽ പല സ്ഥലത്തും ഇല്ലാത്ത വളർച്ച നമുക്കുണ്ടായി. പത്തനാപുരത്ത് ബൈപ്പാസ് വരുന്നു, സമാന്തരമായി റോഡിന് ജംഗ്ഷന് സമാന്തരമായി ബൈപ്പാസ്. എന്തിനു കുറവാണ്? ആ വഴി സ്ഥലത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിൽ നമ്മൾ കെട്ടിക്കിടക്കാറുണ്ട്. ഒരുപാട് ട്രെയിൻ വരുന്നു, ഒരുപാട് വണ്ടി. ശബരിമല ബൈപ്പാസ് റോഡാണ്. ഇപ്പം മലയോര ഹൈവേയിലേക്ക് പോകുന്നവർ മുഴുവൻ വാളകത്തുനിന്ന് തിരിഞ്ഞ് ചെങ്ങമനാട് വന്ന് ഇവിടെ കുന്നിക്കോട് വന്ന് പത്തനാപുരത്തേക്ക് വരും. അപ്പൊ വന്നപ്പോ ഏറ്റവും കൂടുതൽ വണ്ടികൾ ബ്ലോക്കാവുന്നത് ആമണീശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഗണേഷ് കുമാർ ആ റെയിൽവേ ഓവർബ്രിഡ്ജിന് ആവശ്യമായ എല്ലാ ഡിസൈനും തയ്യാറാക്കി അതിന്റെ പണവും അനുവദിപ്പിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. അതാണ് പ്രശ്നം. അതാലോചിക്കുന്നത്. നിങ്ങൾ ആരും സമരം ചെയ്യേണ്ടി വന്നില്ല. എവിടെ റെയിൽവേ ക്രോസ് ആരും ചോദിച്ചില്ല. ആശുപത്രി അതിലൂടെ പലരും ചോദിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ഇലക്ഷനിൽ ചോദിച്ചു എവിടെ താലൂക്ക് ആശുപത്രി. നിങ്ങൾ ആ പിടവൂരും പാലത്തിന്റെ ഇപ്പുറത്ത് മഞ്ചള്ളൂരോട്ട് കയറുമ്പോൾ ഇടത്ത് വെച്ചോട്ട് നോക്കും. ആദിഗംഭീര 199 കോടി രൂപ ചെലവഴിച്ചു, 100 കോടിയോളം രൂപ ചെലവഴിച്ചു മനോഹരമായ താലൂക്ക് ആശുപത്രി പത്തനാപുരത്ത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. 6 നിലയുണ്ട്. അതിൽ 2 നില തീർന്നു, 3ാമത്തെ നിലയും 4ാമത്തെ നിലയും പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ വേഗം പണി തീരും. ഒരു ഡിസംബർ മാസത്തോടെ ജനുവരി മാസത്തോടെ പ്രകൃതിയൊക്കെ അനുകൂലമായി നിന്നാൽ അതിന്റെ പണി പൂർത്തിയാവും. താലൂക്ക് ആശുപത്രി എവിടെ? താലൂക്ക് ആശുപത്രി ഇവിടെ. താലൂക്ക് ആശുപത്രി വെറുതെ പറഞ്ഞല്ലോ, നടത്തില്ല. ഇത് നടത്താൻ പറ്റിയ പണം നിങ്ങൾ പറഞ്ഞാൽ ഇത് അലാവുദ്ദീന്റെ അത്ഭുതം അവിടെ കൊണ്ടു. ഇവിടെ ഒരു ആശുപത്രി വേണ്ടേ? വരത്തില്ല. ഒരുപാട് കഠിനാധ്വാനമാണ്. ഒരു MLA എന്ന നിലയിൽ ഞാൻ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്, അഭിമാനത്തോടെ പറയാം, ആ ഫലം തന്നെയാണ് ഉയരുന്ന 100 കോടിയുടെ ഈ താലൂക്ക് ആശുപത്രി. അത് ഈ ഗവൺമെന്റ് സ്വീകരിച്ചതിനാണ്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ 9 വർഷമായി കേരളത്തെ നയിക്കുന്ന ആ ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി ഉള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് പത്തനാപുരം താലൂക്ക് ആശുപത്രി. എല്ലാം നിങ്ങൾ വരുമ്പോൾ നോക്കി അതിന് ഇല്ലാത്ത സൗകര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാ സൗകര്യങ്ങളും, എയർ കണ്ടീഷൻ ചെയ്ത പേവാർഡുകളും എയർ കണ്ടീഷൻ ചെയ്യാത്ത പേവാർഡുകളും, വാർഡുകളിൽ എല്ലാം പ്രത്യേകമായി വേറെ പ്രൈവസിയുടെ വാർഡിൽ കിടക്കാൻ പറ്റുന്ന സംവിധാനം, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. എല്ലാ മരുന്നുകളും ഉണ്ടാകും. എല്ലാത്തിനും ഡോക്ടർമാരുണ്ടാകും. ഒരു അസുഖമില്ല. ഞാനാണ് അത് നോക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം. അത് പണിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തും. അത് നടത്തി മനുഷ്യന് ഉപകാരമുള്ള നിലയിൽ നമ്മൾ ഈ ആശുപത്രി കേരളത്തിൽ ഇത്രയധികം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇത്രയും മനോഹരമായി ചെയ്തത് വേറൊരു നിയോജനമുണ്ട്. ഇനി വെട്ടിക്കവലിനും കൂടെ പണി തുടങ്ങാൻ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ 8 പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ MLA ഫണ്ടിൽ നിർമ്മിച്ചതാണെന്ന്. സർക്കാരിന്റെ പൈസ ഇല്ല, MLA ഫണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയും പൈസ 1 കോടിക്ക് മേളിൽ 1.5 കോടിയിലധികം 1,80,00,000 രൂപ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാടിന്റെ പുരോഗതിയാണ്. അത് എണ്ണി പറയാം. മണിക്കൂറുകളോളം നിന്ന് എണ്ണി പറഞ്ഞാൽ കഴിയൂല. പക്ഷെ അതൊന്നും പറയുന്നില്ല. ഈ തെറ്റിദ്ധാരണ പരത്തത് ഏനാത്ത പത്തനാപുരം റോഡ് 1.5 അരിമുക്ക് ആ റോഡ് പണി തീർക്കും. അത് എടുത്ത കോൺട്രാക്ടറുടെ ഭാഗത്ത് ഒരു വീഴ്ചയാണ്. അതിലെ കിഫ്ബിയിൽ നിന്നും എല്ലാ നിയന്ത്രണം കിഫ്ബി വളരെ ശക്തമായി തന്നെ അത് പണി തീർക്കുന്നുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് നടക്കും. അതിനൊന്നും ഒരു ആശങ്കയും വേണ്ട. ഞാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത MLA. ഞാനാണ് ജയിച്ച MLA. തോറ്റ MLA എന്നൊന്നും ഒരു സാധനമില്ല. അതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനോഹരമായി തീർക്കും. ഇപ്പോഴത്തെ അസംതൃപ്തിയൊക്കെ മാറും. സന്തോഷത്തോടെ വളരെ രാജകീയമായ യാത്രയും പത്തനാപുരത്ത് നിന്ന് ആ റോഡിൽ കൂടെ അങ്ങ് കരുനാഗപ്പള്ളി വരെയും KSRTC ചെയിൻ സർവീസ് നടക്കും. KSRTC പുതിയ ചെറിയ വണ്ടികൾ വരുന്നുണ്ട്. മുക്കിലും മുടുക്കിലും അത് കയറി ചെല്ലും എന്ന് മാത്രമേ പറയുന്നു. ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്
ജനങ്ങൾ ആവശ്യമുള്ള കേരളത്തിലെ എല്ലാ ഇടവഴികളും നമ്മുടെ വാഹനങ്ങൾ പോകും. KSRTC മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങൾ കൊണ്ടും കേരളത്തിലെ പൊതുഗതാഗതം ശക്തിപ്പെടുത്തും. ഇന്ന് വരെ കേരളത്തിൽ ഒരു വാഹനം KSRTCയോ പ്രൈവറ്റോ ഓടിയിട്ടില്ലാത്ത 503 റൂട്ടുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ 503 റൂട്ടുകൾ പ്രൈവറ്റ് ബസ് വേണ്ടി കൊടുക്കാൻ പോകും. അവരവിടെ ഓടുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരന് പൊതുഗതാഗതം പ്രാപ്യമാകും. ബസിന്റെ എണ്ണം കുറച്ചിരിക്കുന്നത് കൊണ്ട് ഓടിക്കുന്ന ആളിനും ലാഭം കിട്ടും. ചെറുപ്പക്കാർക്ക്, യുവതികൾക്ക് തന്നെ, 2 യുവതികൾക്ക് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ 2 കൂട്ടുകാരികൾക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ബസ് വാങ്ങി സ്വയം ഡ്രൈവ് ചെയ്ത് സ്വയം ഓടിക്കാൻ പറ്റുന്ന, സ്വയം കണ്ടക്ടറാകാൻ പറ്റുന്ന സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റൂട്ടിൽ ഒരു ബസ് ഓടിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ബസ് ആ റൂട്ടുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കും. 16 സ്ഥലങ്ങളിൽ റൂട്ടുകളുണ്ട്. അവിടെ എല്ലാ റൂട്ടുകൾ വരുമ്പോൾ ആ റൂട്ടുകൾ എടുക്കാം. 2 സ്ത്രീകൾക്ക്, കൂട്ടുകാരികൾക്ക് ഒരുമിച്ച് എടുക്കാം, അല്ലെങ്കിൽ കുടുംബശ്രീയിലുള്ളവർക്ക് എടുക്കാം. അങ്ങനെ ബസ് എടുത്ത് ബസ്സിന്റെ ഒരു ബിസിനസ്സിൽ നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തുകൊണ്ട് അതിലേക്ക് വരാൻ അവസരമുണ്ട്. ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ചലനമായിരിക്കും. സ്ത്രീകൾക്കും ചെറുപ്പക്കാരായ പുരുഷന്മാരും 2 കൂട്ടുകാർ ചേർന്നിട്ട് ഒരു ചേട്ടൻ ഇവിടെ ചേർന്ന് ഒരു ബസ് എടുക്കുകയാണ്. ഒരു മുദ്രാ ലോൺ എടുത്താൽ 25 ലക്ഷം രൂപ കിട്ടും. ആ 25 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ വാഹനം ടാക്സ് അടച്ച് റോഡിലേക്ക് വരും. അതാണ് മനസ്സിലെ ഐഡിയ. 503 റൂട്ടുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. അതൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ, കേരളത്തിൽ ട്രാൻസ്പോർട്ട് രംഗത്ത് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ഇന്ന് വരെ KSRTC ബസ്സോ പ്രൈവറ്റ് ബസ്സോ കൊടുക്കാത്ത റൂട്ടിലൂടെ പുതിയ ബസ് സർവീസ് വരികയും ചെയ്യുന്ന ഒരു ചരിത്രം കേരളത്തിൽ കുറിക്കാൻ പോകും. 1000 റൂട്ടുകളാണ് ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ 503 റെഡി ആയിട്ടുണ്ട്. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ഉത്തരവ് വരികയും അത് ആളുകൾക്ക് എടുത്ത് നടത്താൻ കഴിയും. ഒരു റൂട്ടിൽ അധികം വണ്ടികൾ ഉണ്ടാവില്ല. ലാഭം ഉണ്ടാക്കിയാലും നഷ്ടം ഉണ്ടാക്കിയാലും 2 വണ്ടി എന്ന് പറഞ്ഞാൽ 2 വണ്ടി കൂടുതൽ ഉണ്ടാവില്ല. ആര് പറഞ്ഞാലും ഉണ്ടാവും. അത് നിയന്ത്രിക്കുകയാണ്. ആ റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വണ്ടി ഓടും. അപ്പൊ ആർക്കും നഷ്ടമില്ലല്ലോ. മറ്റേതൊരു ഒരുത്തന്നെ ലാഭം കിട്ടുന്ന ഞാൻ 10-15 വണ്ടി കിട്ടും. എല്ലാവരും ഒന്ന് നശിക്കും. അതുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്താൻ പുരുഷന്മാർക്കും ചെറുപ്പക്കാർക്കും പിന്നെ സ്ത്രീകൾക്കും അവസരം നൽകുന്ന ഒരു പദ്ധതിയാണ് വരാൻ പോകുന്നത്. അതുപോലെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് ജീവിക്കണം, നമുക്ക് നല്ല നിലയിൽ ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ജോലി. അത് ഇടതുപക്ഷം വേണ്ടി സർക്കാർ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വികസനമെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനം, ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം, ഇതൊരു അംഗൻവാടി മാത്രമല്ല, മുകളിൽ നമുക്ക്